ഈ അച്ഛനും അമ്മയെന്ന് പറഞ്ഞ തോൽവികൾ മാത്രം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ആൾക്കാരാണ്. എന്നും തോൽവികളാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതന്നെയാണ് നടന്നത്. അപ്പൊ ഇനിയും എന്തെങ്കിലും ഒരു നല്ലൊരു ജീവിതം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്രേ ഉള്ളൂ. ഇത് കത്തെഴുതണമാതിരി പറയല്ല. നമുക്ക് എന്താ വെച്ചെങ്കിൽ ഇപ്പോഴും സെറ്റായിട്ടില്ല. അതാണ് അതിന്റെ കാര്യം. അത് മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ ചിലപ്പോൾ ഒരു അമ്മയാവണം. അതൊക്കെ ആണ്. അപ്പം ഞങ്ങൾ ആ ഒരു ട്രിപ്പിന് പറഞ്ഞു. ഷെബി എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടാൻ പോകുമ്പോൾ പറഞ്ഞു, അമ്മ ഡ്രസ്സ് പാക്ക് ചെയ്തോന്ന് പറയുന്നത്. നമ്മൾ ഡ്രസ്സൊന്നും അതിന് പാക്ക് ചെയ്തില്ല, ഞാൻ എടുത്തു വെച്ചു. എങ്ങനെ നീ വന്നാൽ പോവാന്നുള്ളത് പാക്ക് ഒന്നും ചെയ്തില്ല. എയർപോർട്ടിൽ നിന്ന് കൊടുത്തിട്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഉപ്പും മുളകും ലേറ്റ് ഇവർ ഇപ്പോഴും ആ ഒരു ഇതൊന്നും അവർ ഇതായിട്ടില്ല എന്ന് പറയുന്നത്. അവർ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊന്നൊന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് അവർ ട്രിപ്പ് മണാലിയിലോട്ട് ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിപ്പോഴും അതിൽ നിന്നൊരു മുക്തമായിട്ടില്ല. ശരിയാണ്, അത് നമുക്ക് പെട്ടെന്നൊന്നും നമ്മുടെ അത്രയും സ്നേഹിച്ച് വളർത്തി, അത് ഇവരുടെ ഓരോ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവർ മക്കളെ എത്രമാത്രം സ്നേഹിച്ചിട്ടാണ്, ഓവർ കെയറിങ്ങും സ്നേഹവും കൊടുത്തിട്ടാണ് അവർ മക്കളെ വളർത്തിയിരിക്കുന്നത്. അപ്പം ആ കൊച്ചു പോയത് എന്താ പറയുക, എന്താണ് കുഞ്ഞൻ പോയത് ഇപ്പോഴും അവർക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അവർ ഭയങ്കര വിഷമത്തിലാണ് ഇപ്പോഴും. എന്താ പറയുക, ഒരു തോൽവി. ശരിയാണ്, ഒരു വളർത്തി വലുതാക്കി ആദ്യത്തെ മോളും ഇങ്ങനെ ഒളിച്ചോടിപ്പോയി. നിശ്ചയം കഴിഞ്ഞു, അത് വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. രണ്ടാമതൊരു കല്യാണം, വേറൊരു മോളുടെ കല്യാണം ഉറപ്പിച്ചു. അത് അവൻ്റെ കൂടെ തന്നെ പോയത്. എങ്കിലും അച്ഛനെയും അമ്മയും കരുവാരി തേക്കുന്ന ഒരു ഫീലിംഗ് ആണ് വരുന്നത്. എന്താ ചോദിച്ചാൽ, നമ്മൾ അത്രയും വളർത്തി വലുതാക്കി ഇത്രയും കല്യാണം ഫിക്സ് ചെയ്ത് ഇത്രയും ആർഭാടത്തോടു കൂടി ചെയ്യാൻ ഉദ്ദേശിച്ച് ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ കണ്ട് അവൾ ഒരു സുപ്രഭാതത്തിൽ അവൻ്റെ കൂടെ ഇറങ്ങി പോകുമെന്ന് പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ഇമേജ്, അതുപോലെ തന്നെ അവരുടെ ആ അത്രയും വളർത്തി വലുതാക്കി അവരുടെ ആ ഒരു വിഷമം, അതൊന്നും മനസ്സിലാക്കാതെ ഇറങ്ങി പോവുക. ഇന്നലെ കണ്ട ഒരു ചെറുക്കൻ്റെ കൂടെ ഒറ്റ പോകുക എന്നൊക്കെ പറയുമ്പോൾ അവർ പെട്ടെന്നൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മുടെ മക്കളെ നമ്മൾ എത്രമാത്രം സ്നേഹിച്ച് ലാളിച്ചിട്ടാണ് നമ്മൾ വളർത്തുന്നത്. എനിക്കും 2 പെൺമക്കളാണ്. നമുക്കും ഒരുപാട് പ്രതീക്ഷകളൊന്നുമില്ല. നാളെ എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. നമ്മൾ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും ഒരു ആഗ്രഹം വെക്കരുതെന്നും പറയല്ലോ. ഞാനും ഒരാഗ്രഹം വെച്ചിട്ടില്ല. എങ്കിലും നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെ ആകണം. നമുക്കൊരാഗ്രഹം ഉണ്ടാവും, എന്താണ് നമുക്ക് പറ്റിയ ഒരാളുടെ എന്താണ് കൈകളിൽ ഏൽപ്പിക്കണം. പിന്നെ അവരുടെ ചോയ്സാണ്. നമുക്ക് പിന്നെ നമ്മൾ ഇത്രയും വളർത്തി വലുതാക്കി നമുക്ക് ആഗ്രഹിക്കാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ചു പോകും. പക്ഷേ അതിനെല്ലാം വിപരീതമാക്കി മക്കൾ അവരുടെ തോന്നിയ ഇഷ്ടത്തിന് പോകുമ്പോൾ നമുക്കത് സഹിക്കാൻ കഴിയില്ല. എന്തായാലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു നോക്കൂ. തോൽവികളാണ്, അറിയാം. ഞങ്ങൾ പരാജയപ്പെട്ടവരാണ്. അച്ഛനമ്മ എന്നുള്ള നിലയ്ക്ക് പരാജയപ്പെട്ട ഒരു അച്ഛനമ്മയാണ്. അപ്പൊ ജയിക്കാൻ വേണ്ടി ശ്രമിച്ചില്ല. അതാണ് സത്യം പറഞ്ഞ. തോൽവികളായാലും തോറ്റുകൊണ്ടേയിരുന്നു. ജയിക്കണം ആഗ്രഹത്തിൽ നടക്കുകയാണെങ്കിൽ എല്ലാവരുടെ പോലെ നമുക്ക് നടക്കാം. നമ്മൾ അത് ഇപ്പോഴും ശീലിച്ചിട്ടില്ല. ഇനി 2 ചെറിയ ആൾക്കാരായാലും നമ്മൾ വിചാരിക്കും ഒരു സെക്കൻഡ് അവരുടെ മുഖം വാടിയ നമ്മള് പിടിവിട്ടു. സത്യമാണ്. നമ്മള് കാണാണ്ടിരിക്കാനും പറ്റും. കുഞ്ഞു നമ്മുടെ മക്കൾക്ക് തെറ്റ് ചെയ്യുമ്പോൾ അടിക്കും, ശാസിക്കും. അത് എനിക്ക് തോന്നുന്നു 99% അച്ഛനമ്മമാർ അങ്ങനെയല്ലേ. എത്ര പോലീസുകാരായാലും എത്ര വക്കീലായാലും എത്ര നിയമം ആൾക്കാരായാലും മക്കള് എന്തെങ്കിലും തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഒരു ചെറിയ കുരുത്തകരം ആദ്യത്തെ ഇത് നിയമം ഇങ്ങനെയാണോ എന്ന് നോക്കല്ല, അടിക്കും ശിക്ഷിക്കും. അതെല്ലാ അച്ഛനമ്മമാരും അങ്ങനെയാണെന്നാണ് വിചാരം. അപ്പം അതിന് അതൊരു ഞങ്ങളുടെ ക്രൂരതയാണ് എന്ന് വെച്ചിട്ട് വിചാരിച്ച് അങ്ങനെ എന്തോ പോട്ടെ കാര്യമില്ല. നമ്മളെന്തായാലും സ്നേഹിച്ചു. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ഈ ചെറിച്ചും കളിച്ചും നമ്മൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടുണ്ട്. ആർക്കും ഞാൻ മനസ്സിലായാലും ഞങ്ങൾ മൂകതയിലിരുന്നു. ഞങ്ങൾ ഇപ്പോൾ പൊന്നു പോയ സമയത്തായാലും മറ്റു 3 മക്കളേനായാലും പൊന്നു പോയതിനെ വെച്ചിട്ട് ഇവരെ വെറുക്കാനോ ഇവരെ ഇതാക്കാനോ ഒന്നുമില്ല. അവരൊക്കെ ഉള്ള സന്തോഷിക്കുള്ള കാര്യം അപ്പോഴും ഞങ്ങൾ ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ ബാക്കി 2 ആളുണ്ട്. അവരെ ഹാപ്പിനെസ് ഞങ്ങൾ നോക്കണം. വേണ്ട ഞങ്ങൾക്ക് ആൾക്കാരുടെ മുഖത്ത് നോക്കാനുള്ള ഇതോടൊക്കെ ഒന്ന് സെറ്റായി വന്നു തുടങ്ങി. ഓരോ സ്ഥലങ്ങളിൽ പോകും ആൾക്കാരും. ചിലവരുടെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്തോ ഒരു കൊലക്കുറ്റം ചെയ്ത പോലത്തെ നോട്ടം കാരണം. എന്നാലും നമ്മളെന്താ ചെയ്യും. അത് ശരിയാണ്. നമ്മൾ മക്കളിൽ എന്ത് തെറ്റ് കാണുമ്പോഴും അവർ ശിക്ഷിക്കും. നമ്മൾ അത്രയും ഇതായിട്ടാണ് നമ്മുടെ മക്കളെ വളർത്തുന്നത്. അപ്പോൾ അവരിലൊരു തെറ്റ് കണ്ടാൽ നമ്മൾ ശിക്ഷിക്കും. നമ്മളത് ചൂണ്ടിക്കാണിക്കുകയും അവരെ അടിക്കുകയും ചെയ്യുമ്പോൾ
അവർക്കിപ്പോൾ വേറൊരു ഇത് ഉണ്ടെങ്കിൽ അവർ നമ്മൾ അപ്പോൾ അടിക്കുമ്പോഴും അപ്പോൾ അവർ വേദനിപ്പിക്കുമ്പോഴുള്ള ആ ഒരു ഇത് മാത്രമേ അവർ കാണുന്നുള്ളൂ. നാളെ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെയാണെന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. ആ ഒരു നിമിഷത്തിൽ അവർ അവരുടെ തെറ്റ് കണ്ടിട്ട് അവരെ ഉപദ്രവിക്കുന്ന സമയത്ത് നമുക്ക് താങ്ങായിട്ട് അപ്പുറത്ത് വേറെ ഒരാളുണ്ടെങ്കിൽ ഇവർ വെറുപ്പിച്ച് നമ്മൾ ഇറങ്ങിപ്പോവാൻ തയ്യാറാവും. അങ്ങനെയാണ് ഇപ്പോൾ കുഞ്ഞിന് സംഭവിച്ചിരിക്കുന്നത്. തെറ്റ് കാണുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കണം. അതാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ കടമയാണ്, മാതാപിതാക്കളുടെ കടമയാണ്. അപ്പോൾ അതാണ് അവരും ചെയ്തത്. അപ്പോൾ പക്ഷേ അവർ എന്താ പറയുക, കുഞ്ഞിന് അതൊന്നും മനസ്സിലാക്കില്ല. അവളുടെ പ്രായത്തിൻ്റേതായിരിക്കാം, എടുത്തുചാട്ടമായിരിക്കാം എന്ന് തന്നെ പറയാം. എൻ്റെ അമ്മയാണ്, അമ്മയുടെയും അച്ഛൻ്റെയും ഇഷ്ടപ്രകാരം നമുക്ക് ഇത് ചെയ്താൽ മതി എന്നൊരു ആ ഒരു ഇത് മനസ്സിൽ അവൾക്ക് തോന്നിക്കാണില്ല. അതിൻ്റെ പുറത്ത് എടുത്തു ചാടിയതായിരിക്കും എന്ന്. എന്ത് തന്നെയാണെങ്കിലും അച്ഛൻ്റെയും അമ്മൻ്റെയും വിഷമം കാണാൻ മക്കൾ കാണണം. അവരെത്രമാത്രം വേദനിക്കുന്നുണ്ട്. ഒന്നാമത്തത് അവളുടെ മൂത്ത ചേച്ചി ഇങ്ങനെ പോയതാണ്. അപ്പം തന്നെ അവരെത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവുമെന്ന് അവൾ ചിന്തിക്കണം. പിന്നെ ഓരോ അച്ഛനെതിരെ കേസ് കൊടുക്കും. അതൊക്കെ അവർക്ക് എത്രമാത്രം അവരെ വേദനിപ്പിക്കും അല്ലേ. പോയി വീണ്ടും വീണ്ടും പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് അവരെ വിഷമിപ്പിക്കുന്ന, അവരെ നാറ്റിക്കുന്ന രീതിയിൽ പല വീഡിയോസുകളും ചെയ്യുമ്പോൾ അവർക്ക് എന്തായാലും വിഷമവും ആവും, ഭയങ്കര സങ്കടം. എത്ര തന്നെയാണെങ്കിലും അവർ പോറ്റി വളർത്തിയതല്ലേ, ഇത്രയും വളർത്തി വലുതാക്കിയതല്ലേ. എന്തായാലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 2 ചെറിയ മക്കളില്ലെങ്കിൽ സത്യം പറഞ്ഞ ജീവിതം അവസാനിപ്പിക്കും. അത് ഉറപ്പായിരുന്നു. എന്താ വെച്ചാൽ എന്തിനു വേണ്ടി ജീവിച്ചു എന്ന് വെച്ചാൽ ഒരു പിടിയില്ലാണ്ട് ഇപ്പൊ ഇത്രയും സ്നേഹിച്ചിട്ട് ഒരു നേരം അവർ സ്നേഹിച്ചില്ല. ദുഷ്ടന്മാരുടെ ഒരു ക്യാരക്ടർ ഞങ്ങൾ രണ്ടാളെ ഫേസിൽ നമ്മളേക്ക് അത് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമാണ്. നമ്മൾ ഓരോ നിമിഷം എനിക്ക് എൻ്റെ മനസ്സിൽ ഏറ്റവും വിഷമം തന്ന കാര്യം, അച്ഛൻ്റെ പേര് സ്വമേധ കേസ് എടുക്കാൻ, അതായത് എത്ര വർഷം അച്ഛൻ കഷ്ടപ്പെട്ടു എന്നുള്ളത് ആർക്കും അറിയില്ല, ഒരാൾക്കും അറിയില്ല. എനിക്കറിയില്ല എന്നൊക്കെ വെച്ചിട്ടുള്ള ലൈഫാണ്. എന്നാൽ എനിക്ക് ആ ഒരു വാക്ക് ഭയങ്കര വിരുദ്ധ. ഇത്രയും ദിവസത്തിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും അലട്ടിയെന്നൊരു ഇതാണ്, അച്ഛൻ്റെ പേര് സ്വമേധ കേസ് എടുക്കാം. അത് പറയണ ആ ഒരു നേരത്തുണ്ടല്ലോ, ഒരു 10-15 വർഷം മുന്നേ ആലോചിച്ചറിയാം. അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്ക് പിണങ്ങി കഴിഞ്ഞാൽ പോട്ടെ ഏതാണ്ട് ഒരു കെട്ടിപ്പിടുത്തുണ്ട്, അച്ഛൻ്റെ ആ മോള് സെറ്റാലേതാണ്ട് കെട്ടിപ്പിടുത്ത, അത് ആലോചിച്ചെങ്കിലും ആ ഒരു വാക്ക് പറയില്ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, പറഞ്ഞു എന്തായാലും ആവട്ടെ. പിന്നെ എല്ലാ മക്കളോടും ഞാനൊരു കാര്യം പറഞ്ഞു, ലോകത്ത് നിങ്ങൾക്ക് അച്ഛനും അമ്മമാരെങ്ങനെയാണോ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ മക്കളെ. നല്ല മക്കളുണ്ട്, ഒരുപാട് അച്ഛനമ്മമാർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നവരുണ്ട്, ഒരുപാട് അച്ഛനമ്മമാർക്ക് വേണ്ടി ലൈഫിൽ കുറേ ഉപേക്ഷിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ പല ക്യാരക്ടറുള്ള മക്കളുണ്ട്. അച്ഛനമ്മമാർ വെട്ടിക്കൊല്ലണ ഒരു ക്യാരക്ടറുള്ളവർ കിടക്കണം. ഇപ്പം ഇന്നലെ വേറെ ഇടയ്ക്ക് നമ്മൾ കേട്ട ശരിയാണ്. ആ ഒരു വാക്ക് അതാണ് അവരെ ഒരുപാട് വേദനിപ്പിച്ചത്. പോയി, പക്ഷേ അവൾ പറഞ്ഞ ആ ഒരു വാക്ക് അവരെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊരിക്കലും ഒരു മകൾ പറയാൻ പാടില്ലായിരുന്നു. അവൾ അച്ഛൻ്റെ അമ്മൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും, ആ അച്ഛൻ ഗൾഫിലൊക്കെ പോയി നിന്നും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ആ മക്കളെ വളർത്തിയിരിക്കുന്നത്. അത് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു. ആ ഒരു വാക്ക് എന്തായാലും അവരെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതാണ് അവർ പറയുന്നത്. ഓരോ മാതാപിതാക്കളും എങ്ങനെയാണ് വളർത്തുന്നത്. ഇപ്പോൾ കുഞ്ഞിനിതൊന്നും മനസ്സിലാവില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു മക്കളായി ആ മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും അവരിതിൻ്റെ എൻ്റെ അച്ഛനും അമ്മയും എത്രമാത്രം വേദനിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു സമയത്ത് മനസ്സിലാവുള്ളൂ. ഇപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ആ മുന്നിലുള്ള മായ കാഴ്ചകൾ മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ അതിൽ എടുത്തു ചാടി നമ്മൾ പോകും. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു അനുഭവം വരുന്ന സമയത്തേ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുകയുള്ളൂ. ഇത്രമാത്രം എൻ്റെ അച്ഛനും അമ്മയും വേദനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയുള്ളൂ. എന്തായാലും അവർ പറയുന്ന കുറച്ച് ഭാഗങ്ങളും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കൂ. ഇങ്ങനെ അനുവേണ്ട. അപ്പം ഞാൻ ചേട്ടോടും പറഞ്ഞൊരു വാക്കെന്നുള്ളൂ, ഞാൻ പ്രസവിച്ചൊരമ്മയാണ്. 10 മാസം എൻ്റെ വയറ്റിൽ കിടന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഇത്ര വർഷം ഞാൻ നോക്കിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആരൊക്കെ പറഞ്ഞാലും എനിക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു വേദന എനിക്കുണ്ടാവും. അത് ഈ പറയുന്നൊരു നിമിഷം ഇവിടുത്തെ വേദന എനിക്കറിയാം. ഞാൻ വേദനിക്കുന്നത് എങ്ങനെയാണ്. ഞങ്ങൾ ചിരിച്ച് ഞങ്ങൾ ലൈഫ് അഭിനയിച്ച് തീർക്കണത്. ഞങ്ങൾക്ക് ജീവിക്കണം, രണ്ടാളും കൂടി നോക്കണം. അല്ല, പലവരും പിന്നെ കുറ്റപ്പെടുത്തിയായിരുന്നു നമ്മള്. അതായത് നമുക്കൊരു ഉറുപ്പിക ചെലവാക്കാണ്ട് കാര്യങ്ങൾ നേടി, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി. പക്ഷെ ഞാൻ ലൈഫില് പൊന്നു പോയപ്പോ ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ എൻ്റെ മക്കളെ കല്യാണം ഞാൻ സ്വപ്നം കാണില്ല, ഞാൻ ആഗ്രഹിക്കില്ല എന്താ വെച്ചാൽ ഒരു. പക്ഷെ ഇന്നോട്ട് ഞാൻ കല്യാണ സ്വപ്നം കണ്ടു. ഓരോ ഞാൻ പറയേ
എൻഗേജ്മെൻ്റ് അടക്കം ഒരു മൂക്കുത്തിയാണെങ്കിലും അത് എൻ്റെ മനസ്സിലുള്ള ആൾക്കാരൊക്കെ ഞാൻ നമ്മൾ ഓരോന്നിനും അത്രയും സ്വപ്നം കണ്ടിട്ടാണ്. ഇപ്പം ഈ ഒരു കല്യാണമായാലും ഒരുപാട് സ്വപ്നം കണ്ടു. അല്ല, അതിനിപ്പോ നെഗറ്റീവ് ആവും. എന്താ വെച്ചെങ്കിൽ അത്രയും വലിയത് എന്റെ മുഖത്തേക്ക് ചേർന്നിരുന്നില്ല. അതും അങ്ങനെ കുറ്റപ്പെടുത്തണവരും ഉണ്ടാവും, കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഒന്നും പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ജന്മനെ നമ്മൾ തോൽവിയുടെ വക്കത്താണ്. അതാണ് നിങ്ങളെ ബോറടിപ്പിക്കാൻ പറഞ്ഞല്ല കേട്ടോ. അപ്പോൾ ആ ഒരു നിരാശയുടെ വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിനൊരു സമാധാനം വേണം. പോസ്റ്റ് ഒക്കെ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് മനസ്സാണ് പിടിച്ചോടത്ത് കിട്ടാത്തൊരു സാഹചര്യം. മൊത്തത്തിൽ ഞങ്ങളുടെ ലൈഫ് ഒരു അച്ചടക്കത്തിലായിട്ടില്ല. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ശേഷം ഞങ്ങൾക്കൊരു ചെയ്തൊരു എങ്ങോട്ടൊക്കെയോ പിള്ളേർ വിളിക്കണു, അവരൊക്കെ പിന്നാലെ ഞങ്ങൾ പോകണു. അങ്ങനെ ഒരു ലൈഫ്. ഇത് നമ്മുടെ മക്കൾ പോയി അവർ തോന്നിയ പോലെ പോയതല്ലേ എന്നൊക്കെ പലരും നമ്മുടെ ചുറ്റും നിന്ന് പറഞ്ഞാലും, പക്ഷെ നമ്മുടെ പെറ്റ വയർ അതൊരിക്കലും നമുക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ പറയും, നിനക്ക് പോയാലും പോട്ടെ, അവർ തന്നെ വന്നോളും, അവർ ഇതായിക്കോളും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മുടെ ചുറ്റും നിന്ന് ആളുകൾ പറഞ്ഞാലും നമ്മളെ ആശ്വസിപ്പിച്ചാലും നമുക്കതൊന്നും പെട്ടെന്നൊന്നും അങ്ങോട്ട് ഡൈജസ്റ്റ് ആകാൻ പറ്റില്ല. നമ്മൾ അത്രമാത്രം സ്നേഹിച്ച് നമ്മുടെ മക്കള് പറഞ്ഞിട്ട് ജീവിച്ച് അവർ മക്കൾക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് അവരിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മൾ പിന്നെ സ്വയം ഇതാക്കും, അവൾ നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുന്നുണ്ടല്ലോ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ അടുത്ത് മിണ്ടാതിരിക്കുമ്പോഴും നമ്മുടെ അടുത്ത് വിളിക്കാതിരിക്കുമ്പോഴും നമ്മളെ ഒന്നും അല്ലാതാക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ അവരെ വളർത്തിയ ഓരോ നിമിഷങ്ങളും നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. അത് 100% ഉറപ്പാണ്. നമ്മളെ വിട്ടു പോയാലും നമുക്കൊരിക്കലും അത് പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. അതാണ് അമ്മ മക്കൾ എന്നുള്ളൊരു ബന്ധം. അച്ഛന്മാർക്ക് പിന്നെയും ഇതായി പോകും, പക്ഷേ അമ്മ എന്ന് പറയുന്നത് അച്ഛന്മാർക്ക് വിഷമമില്ല എന്നല്ല, എങ്കിലും പ്രസവിച്ച ആ ഒരു അമ്മമാർ ഓരോ കൊല്ലുന്നവരും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ആത്മബന്ധമുള്ളവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അല്ലാതെ കൊല്ലുന്നവരെയും അങ്ങനെ ഉള്ളവരെ കുറിച്ചല്ല. അപ്പോൾ ഒരിക്കലും അത് അംഗീകരിക്കാൻ അവർക്ക് പറ്റില്ല. പെട്ടെന്നൊന്നും നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. എന്ത് തന്നെയാണെങ്കിലും പൊന്നു വന്നതുപോലെ തന്നെ കുഞ്ഞിന് നല്ല മനസ്സുണ്ടായിട്ട് ഈ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് വന്ന് മാപ്പ് ചോദിച്ച് ഒന്നിക്കാനുള്ള ഒരു ഇത് അവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. എന്താ ചോദിച്ചാൽ തെറ്റുപറ്റാത്ത മനുഷ്യരില്ല, പൊറുക്കാത്ത അതില്ല. നമ്മളിപ്പോൾ എന്ത് തെറ്റ് ചെയ്താലും ദൈവം പൊറുക്കും. നമ്മൾ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം പൊറുക്കും. അതുപോലെ തന്നെ പൊറുക്കാൻ പറ്റുന്ന തെറ്റുകളെ എല്ലാവരും ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവളുടെ കല്യാണമൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കല്യാണം എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ വെച്ചിട്ടില്ലല്ലോ, ആ ഫംഗ്ഷനെങ്കിലും അച്ഛനെ അമ്മേനെ വിളിക്കാനുള്ള മനസ്സ് അവൾക്ക് കൊടുക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൾക്ക് ആ ഒരു ഇതൊന്നും ഇല്ലായിരിക്കും, അവൾക്ക് ആ ഒരു അച്ഛൻ അമ്മ എന്നുള്ളൊരു ഇതൊന്നും ഉണ്ടായിട്ട് തോന്നുന്നില്ല. അവളിപ്പോൾ ആ ഒരു മായാ ലോകത്താണ്. അത് മാത്രമാണ് അവളുടെ മുമ്പിലുള്ള ആ ഒരു ഇത്. അത് ഇനിയിപ്പോൾ അതെല്ലാം മറന്ന് ആ അച്ഛനെയും അമ്മയും ചേച്ചിയും വിളിക്കാനുള്ള മനസ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഒന്നിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്നും ജീവിതത്തിൽ സന്തോഷമായിട്ട് പോകാൻ കഴിയും. അവർ പറയുന്നുണ്ട്, മക്കളെൻ്റെ ആഗ്രഹമേ പോയി, മക്കളിൽ നിന്നുള്ളൊരു ഇതേ ഇല്ല. എന്താ വെച്ചാൽ മക്കളുടെ കല്യാണം അത് ഒരാൾ പോയപ്പോഴും തന്നെ ഞാനത് ആ ആഗ്രഹം വിട്ടു. പക്ഷെ രണ്ടാമത് ഈ മോളിങ്ങനെ ചെയ്യുന്നൊരു പ്രതീക്ഷയിൽ ഞാൻ അങ്ങനെ പോവില്ല എന്നൊക്കെ മകൾ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ആർക്കാണെങ്കിലും അത് അംഗീകരിക്കാൻ കഴിയില്ല. എന്ത് തന്നെയാണെങ്കിലും നല്ല ബുദ്ധി തോന്നി എല്ലാവരും ഒന്നിക്കാനുള്ളത് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.